നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ സിനിമയുടെ ടീസർ അങ്ങനെ റിലീസ് ആവാനായിട്ട് പോവാണ്. ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ തുടങ്ങുന്നത്. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങളുടെ വലിയൊരു ആരാധകരാണ് ഞാൻ പുതിയ പടം എന്തുകൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബറോസ് അടക്കം പല സിനിമകളും നമുക്ക് ഉദ്ദേശിച്ചത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഫോർ മീ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്ത പടം വരുന്നതോറും അത് അടിപൊളിയാവും നമ്മൾ വിചാരിക്കുന്ന സമയത്തും അത്ര നല്ല സിനിമകൾ നമുക്ക് കിട്ടാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 2025 ഒരു വലിയൊരു സിനിമ എന്ന് പറയുന്ന സമയത്ത്, മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാൻഡ് വാല്യൂ എടുത്തേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയിലുള്ള പ്രതീക്ഷ വളരെ വലുത് തന്നെയാണ്. അതാണ് പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന, ഞാൻ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന ഒരു ബ്രില്യൻ ഹിഡൻ ഡീറ്റെയിൽ ഒളിഞ്ഞു നിൽക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഇന്ന് നല്ല അതിനുള്ള ദിവസമാണ്. ശബ്ദമൊന്നും അത്രയും പ്രോപ്പർ അല്ല. പക്ഷേ എങ്കിലും നാളെ ഒരു ടീസർ റിലീസാകാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ അടങ്ങിയിരിക്കുന്ന പോസ്റ്റേഴ്സും മറ്റ് സംഭവങ്ങളുമാണ്. പ്രത്യേകിച്ച് സമയം പോലും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ സിനിമയുടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ സിനിമയുടെ ടീസർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ടൊവിനോ തോമസിൻ്റെ ബർത്ത്ഡേ എന്നായിട്ട് ടൊവിനോ തോമസിൻ്റെ പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു. ഇതിനകത്ത് ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേയധികം അസംഷൻസും കുറേയധികം ഡീകോഡിങ്സുകൾ ബേസിക്കലി പല ആൾക്കാർ പറയുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൊവിനോ തോമസ് ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ, ഫാദറിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പവർ ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ട്, ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൊവിനോ നമുക്കറിയാം അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നൊരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ജിതിൻ രാംദാസ്. യെസ്, ടൊവിനോ തോമസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒന്ന് സൂമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സംഭവം ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു വിളക്ക് പോലെയുള്ള അതിൻ്റെ ഷേപ്പ് കാണുന്ന സമയത്ത് തോന്നുന്നത്. പക്ഷേ ശരിക്കും ഇതിനെ സൂമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷേപ്പാണ് ആക്ച്വലി കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വിളക്കിൻ്റെ ഒരു ഷേപ്പ്, നമ്മൾ വിളക്ക് പോലെ ഇരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സിമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രറ്റേണിറ്റി സറ്റൂണി എന്ന് പറയുന്നൊരു വാക്കായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്നാണ് പറയാം. അതായത് സാറ്റേൺ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിനെ ആരാധിക്കുന്ന ആൾക്കാരെ പറയുന്ന, ജർമ്മനിയിലെ ഒരു കാലഘട്ടത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഈ ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്നത്. സാത്താൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാറ്റേൺ എന്ന് പറയുന്നത് ബ്ലാക്ക് സൺ എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുക. അവർ സാറ്റേണെ കാണുന്നത് പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ബ്ലാക്ക് സൺ എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സാത്താൻ വിശ്വസിക്കുന്ന ആൾക്കാരെന്നും കൂടി ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. അതായത് ടൊവിനോ തോമസിൻ്റെ ഒരു കഥാപാത്രം ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് കാണിക്കുന്ന ഈ ഫ്രറ്റേണിറ്റി സറ്റൂണി എന്ന് പറയുന്ന ഒരു സംഭവം ബേസിക്കലി സൂചിപ്പിക്കുന്നത് ഇലുമിനാറ്റിയുടെ ഒരു കണക്ഷൻ തന്നെയാണ്. ഇലുമിനാറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇലുമിനാറ്റിയുടെ ബ്ലഡ് ലൈനിലുള്ള ആൾക്കാർ ബേസിക്കലി ആരാധിച്ച് പോകുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ഒരു ദൈവമാണ് ബേസിക്കലി ഈ സാറ്റേൺ എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു സിംബിളൈസേഷൻ കൊടുത്തേക്കുന്നത്. ഫ്രറ്റേണിറ്റി സറ്റൂണി എന്ന് പറയുന്നത്, ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്നതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോട്ടോയുടെ, ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സൈഡിലുള്ള ഒരു ഫോട്ടോയുടെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വവ്വാലിൻ്റെ പോലത്തെ രൂപം ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം ഡീകോഡിങ് അഥവാ കുറേയധികം അസംഷൻസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിച്ചായിരുന്നു. ശരിക്കും ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഗാർഗോയിൽ എന്നാണ് പറയുക. ഗാർഗോയിൽ ഈ ഗോത്തിക് കത്തീഡ്രൽസിൻ്റെ ഒക്കെ ചുറ്റിനും, വലിയ വലിയ പള്ളികൾ പോലുള്ള ഇതിൻ്റെ ചുറ്റിനും ഇത്തരത്തിലുള്ള രൂപങ്ങൾ സ്ഥാപിച്ചേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഈവിൾ സ്പിരിറ്റിനെയൊക്കെ ഒഴിവാക്കാനായിട്ട്, ആ ദൃശ്യശക്തികളെയും അല്ലെങ്കിൽ ദുഷ്ടശക്തികളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്, അതിനെ തടയാനായിട്ട് ഈ കത്തീഡ്രൽസിനൊക്കെ ചുറ്റും വെക്കുന്നൊരു സംഭവമാണെന്നാണ് ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ബേസിക്കലി ഇലുമിനാറ്റിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഡെമണുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഡെവിലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം അസംഷൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ റിലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് എമ്പുരാൻ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗായിരുന്നു. ആരാണെന്നോ എവിടുന്നാണെന്നോ ആർക്കും അറിയില്ല. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്ക്സ് അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഈ ഒരു ഡയലോഗ് കേട്ടിട്ട് ഈ ഒരു പോസ്റ്റർ ഒന്ന് ശരിക്കും സൂമിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമിയാണ്. ഇവിടെ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു കാർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് കാറുകൾ സൈഡിൽ തകർന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ പൊടി പിടിച്ച് തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനും എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഡയലോഗ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാറിന് ശേഷം, യുദ്ധം കഴിഞ്ഞതിന് ശേഷം
അവിടെ പലതരത്തിലുള്ള റീകൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തേക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഗോവർദ്ധൻ പറയുന്നിടത്ത് കേൾക്കാൻ സാധിക്കും. അതായത് ലാലേട്ടൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പലതരത്തിലുള്ള വലിയ രീതിയിലുള്ള ഡീലുകൾ ചെയ്തേക്കുന്ന ഒരാളെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടെററിസം ഗ്രൂപ്പ് പോലുള്ള സംഘടനകളൊക്കെ തന്നെയാണ്. അതായത് US-ന്റെ പോലും വലിയൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലേ. ഒരുപക്ഷെ ഈ ഖുറേഷി എബ്രാഹിം എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഈ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇതിന് മുമ്പ് വന്നിരിക്കുന്ന പല പോസ്റ്ററുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് 2-3 പോസ്റ്റേഴ്സുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആദ്യം വന്നിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഷോട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണെന്നുണ്ടെങ്കിലും പിന്നീട് വന്നിരിക്കുന്ന ഒരു ആർമി ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്ന അവരിങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന രംഗമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു യുദ്ധഭൂമിയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് ആ 2 പോസ്റ്റേഴ്സിലും കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇതുവരെ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ബേസിക്കലി ഇന്ത്യക്ക് പുറത്ത് വലിയ രീതിക്കുള്ളൊരു സ്പേസ് കാണിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നുള്ളൊരു കാര്യം തന്നെ വേണം പ്രതീക്ഷിക്കാനായിട്ട്. എമ്പുരാൻ സിനിമയുടെ ടീസർ വരുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടീസർ എങ്ങനെയായിരിക്കും, എത്രത്തോളം ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാകുന്നുള്ളൊരു കാര്യമാണ്. ബേസിക്കലി 2 മിനിറ്റും 22 സെക്കൻഡോട് കൂടിയിട്ടുള്ളൊരു ടീസറാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഈ പോസ്റ്ററിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 707 എന്ന് പറയുന്ന നമ്പറാണല്ലേ. 7/7 ഈ ഒരു ടീസർ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നേക്കുന്നത്. 7/7 ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ടീസർ റിലീസ് ആവുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചായിരുന്നത്. ശരിക്കും 7/7 എന്ന് പറയുന്നത് 707 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. ശരിക്കും എന്താണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ആണ്. ഒരു നമ്പറിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു സീക്വൻസിൽ വരുന്ന നമ്പറുകൾ നമുക്ക് ഏഞ്ചൽ നമ്പർ എന്ന് പറയാനായിട്ട് പറ്റും. ശരിക്കും നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു എംപുരാൻ അല്ലെങ്കിൽ ഇലുമിനാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഈ ഒരു പേര്, ഈ ഒരു ടൈറ്റിൽ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നെ ബേസിക്കലി ഒരു സാത്താനെയാണ് സിംബലൈസ് ചെയ്യുന്നത് അല്ലേ. സാത്താൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ബൈബിൾ അനുസരിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുൻപ് ഒരു മാലാഖയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഏഞ്ചൽ നമ്പർ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ സിനിമയുടെ റിലീസിംഗ് ടൈം പോലെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. 222 എന്ന് പറയുന്ന ഡ്യൂറേഷൻ 2 മിനിറ്റ് 22 സെക്കൻഡുള്ളൊരു ടീസറാണ് വരുന്നതെന്ന് പറയുന്ന സമയത്തും അതും ബേസിക്കലി 222 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണെന്നുള്ളത് തന്നെയാണ് ഈ ഒരു നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റ് എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസം, അതുപോലെ ബെസ്റ്റ് ചോയ്സ് എന്നുള്ള രീതിക്കുള്ള പലതരത്തിലുള്ള അസംഷൻസുകൾ ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കും. ഇതും ബേസിക്കലി ഒരു ഏഞ്ചൽ നമ്പറാണ്. സോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു ടീസറിൻ്റെ റിലീസിംഗ് പോലും പ്ലാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എമ്പുരാൻ സിനിമ ബേസിക്കലി ഷൂട്ട് ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് സിനിമ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എമ്പുരാൻ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരു IMAX ലെൻസിലല്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ലെൻസിങ്ങിലല്ല. ഇത് ബേസിക്കലി ഷൂട്ട് ചെയ്തേക്കുന്നത് ലൂസിഫർ ഷൂട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ ഒരു അനമോർഫിക് ലെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. 1:2.8 ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിനെ ഡീസ്ക്യൂസ് ചെയ്തിട്ട് അതിന് 16:9 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലോട്ട് ബേസിക്കലി മാറ്റിയേക്കുന്നത്. അതായത് എന്താണ് ഈ സംഭവം എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന സിനിമയെക്കാളും കുറച്ചും കൂടി വലിയ രീതിക്ക് വിട്ടുള്ള ഒരു സ്കെയിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നീടാണ് ഇതിനെ നമ്മുടെ തിയേറ്റർ റേഷ്യോയിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വലിയ സ്ക്രീനുകളിൽ ഈ സിനിമ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വലുപ്പമുള്ള സ്ക്രീനുകളിൽ ഈ സിനിമ കാണാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു എക്സ്പീരിയൻസിനെ ആയിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ലൂസിഫർ സിനിമ ഇത്തരത്തിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എമ്പുരാൻ സിനിമയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിന് ശേഷം വരാൻ പോകുന്ന ഒരു പാർട്ട് കൂടി സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായിട്ട് ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. 3 പാർട്ടിലാണ് സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. 2ാം ഭാഗമാണ് ഇപ്പോൾ ഇറങ്ങാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഒരു ഭാഗം കൂടി വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു അനമോർഫിക് ലെൻസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിക്കുള്ള വലിയ സ്ക്രീനുകളിൽ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ലാലേട്ടൻ്റെ എമ്പുരാൻ നാളെ ഇറങ്ങുന്ന സമയത്ത്, എമ്പുരാൻ്റെ ടീസർ ഇറങ്ങുന്ന സമയത്ത് തലപതി 69 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാല്ലേ. ശരിക്കും നാളെ ഒരു ഡബിൾ ട്രീറ്റ് ആണ്. സൺഡേ ആയിട്ടൊരു ഗംഭീര ട്രീറ്റ് തന്നെയാണ് സിനിമ എന്നുള്ള രീതിക്ക്, സിനിമ ബഫ് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്നത്. നാളെ ജാനുവരി 26 തലപതി 69 ഒരു ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് കണ്ടാനായിട്ട് പോവാണ്. ഇന്നലെ തന്നെ ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് വന്നായിരുന്നു. തലപതിയുടെ തന്നെ അവസാനത്തെ സിനിമ എന്ന് പറയുന്ന സമയത്തും ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് റൂമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സിനിമ കൂടി ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ബസ് മാത്രമാണ്, അത് കൺഫേം ആയിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് തലപതിയുടെ തന്നെ അവസാനത്തെ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഫാൻസറെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തലപതി 69 എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ്. നാളെയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത്. നാളെ തീർപ്പുന്നായിരിക്കും ഈ സിനിമയുടെ പേര് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു സംശയത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ഒരു അനൗൺസ്മെൻറ്റിനകത്ത് ഒരു വേദിക്കകത്ത് വിജയുടെ ഫാദർ തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം നാളെ തീർപ്പുന്നായിരിക്കാം ഒരു പക്ഷേ സിനിമയുടെ പേര് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരു ഐഡിയ ഇല്ല. നാളെ തീർപ്പ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് വിജയുടെ ആദ്യത്തെ സിനിമയുടെ പേരായിരുന്നു നാളെ തീർപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു സിനിമയുടെ തന്നെ ടൈറ്റിൽ വെച്ചുകൊണ്ട് ഒരു സിനിമ അവസാനിപ്പിക്കാനായിട്ട് അവസാനത്തെ സിനിമ എന്നുള്ള രീതിക്ക്
സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതൊരു ചെറിയ റൂമർ മാത്രമാണ്, അങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേസ് നാളത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ ആൻഡ് വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, രണ്ട് വലിയ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡബിൾ ട്രീറ്റ് തന്നെയാണ്. രണ്ടുപേരുടെ ഒരു ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ് വരാനായിട്ട് നിൽക്കുന്നത്. എന്തിനാണെങ്കിലും നാളെ വരാനിരിക്കുന്ന രണ്ട് അപ്ഡേറ്റുകളും നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് പ്രിയ താരങ്ങളുടെ, വിജയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണെങ്കിലും രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്കിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ ഫാൻ ബേസ് എന്ന് കേരളത്തിലുണ്ട് അല്ലേ. വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയുടെ അവസാനത്തെ സിനിമ എന്നുള്ള രീതിക്ക് അതിനെയും അപ്ഡേറ്റ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ നാളെ ഈ വരുന്ന രണ്ട് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഒരു വലിയൊരു സിനിമയായിട്ട് മാറുമോ ഈ രണ്ട് സിനിമകളും? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ഫിറ്റ് ഓൾസോ സൈനിങ് ഔട്ട്.